ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ള പുട്ട് വേറെ ഉണ്ടാവില്ല എന്ന് തന്നെ പറയാം കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു പുട്ടിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. നല്ല ടേസ്റ്റുമാണ്, നല്ല സോഫ്റ്റുമാണ്. ഇത് ഉണ്ടാക്കിയെടുക്കാനും സിമ്പിളാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് 1 കപ്പ് പുട്ടുപൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ അതിലേക്ക് വെള്ളം വേണം. നമ്മൾ 1 കപ്പ് പുട്ടുപൊടിയിലേക്ക് 1 കപ്പ് വെള്ളം, ആ രീതിയിലാട്ടോ ഞാൻ എടുക്കുന്നത്. പിന്നെ ചില പുട്ടുപൊടിക്ക് ചിലപ്പോൾ കൂടുതൽ വെള്ളം ആവശ്യം വരും. അപ്പോൾ അതിനനുസരിച്ചൊക്കെ നിങ്ങൾ നോക്കിയിട്ട് ചെയ്തെടുക്കുക. അപ്പോൾ അത് വെള്ളം കുറേശ്ശെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്കൊരു 15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ആ ഒരു സമയം ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു സംഭവം റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം അതിലേക്ക് ഒരു സവാള വഴറ്റിയെടുക്കാം. ഒരു ബ്രൗൺ കളർ ആവുന്ന വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അതിലേക്ക് വേറെ ഒന്നും ഇപ്പോൾ ചേർക്കേണ്ട, അത് നന്നായിട്ടൊന്ന് വഴന്ന് വന്നോട്ടെ. ഏകദേശം ഒരു ബ്രൗൺ കളറായിട്ട് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കണം. അപ്പോൾ അത് ഈ ഒരു കളറിലാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ. അതിലേക്ക് 1 കപ്പ് തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതിയേ. പിന്നെ അതിലേക്ക് നമുക്ക് കറിവേപ്പില, 2 തണ്ട് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞതാണ്, അതുകൂടെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അത് നല്ലൊരു ഫ്ലേവർ കിട്ടും കേട്ടോ. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തേക്കുക. ഒരുപാട് ഡ്രൈ ആവേണ്ട, ജസ്റ്റ് ഒന്ന് ചൂടായി മാത്രം മതി കേട്ടോ. അപ്പോൾ അതാ ഈ ഒരു തേങ്ങ മിക്സ്, ഇതിൻ്റെ സ്മെല്ല് തന്നെ അടിപൊളിയാണ് കേട്ടോ. ഇതിങ്ങനെ നമ്മൾ റോസ്റ്റ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ അതാ ഈ ഒരു ലെവലിലാവുമ്പോൾ, ഡ്രൈ ആവേണ്ട പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഈ ലെവലാവുമ്പോൾ നമുക്ക് ഈ പുട്ടുപൊടിയിലേക്ക് അതങ്ങ് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോഴേക്കും പുട്ടുപൊടിയൊക്കെ ഒന്ന് സെറ്റായിട്ട് വന്നിട്ടുണ്ടാവും. അതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കട്ടകളൊന്നും ഇല്ലാതെ ഒന്ന് റെഡിയാക്കി എടുക്കുക. അതിലേക്ക് ഈ ഒരു തേങ്ങ മിക്സ് ഇട്ട് കൊടുക്കുക കേട്ടോ. അതിനുശേഷം നമുക്കതിലേക്ക് ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കണം. അങ്ങനെ ക്യാരറ്റും കൂടെ അതിലേക്ക് ആഡ് ചെയ്തതിന് ശേഷം കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. എല്ലാ ഭാഗത്തേക്കും ഉള്ളിയുടെയും അതുപോലെ തേങ്ങയുടെയും ക്യാരറ്റിൻ്റെയൊക്കെ മിക്സ് എത്തുന്ന രീതിയിൽ ഇതുപോലെ അങ്ങ് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇനി നമ്മൾ സാധാരണ പുട്ട് എങ്ങനെയാണോ ചുട്ടെടുക്കുന്നത് അതേപോലെ വീണ്ടും നമ്മൾ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഓൾറെഡി നമ്മളെ പുട്ടുപൊടിയിൽ 1 കപ്പ് തേങ്ങ ചേർത്തിട്ടുണ്ട്. എന്നാലും അതിൻ്റെ ഇടയിലായിട്ട് തേങ്ങ കൂടെ ചേർക്കുമ്പോഴും നല്ല ടേസ്റ്റാണ്. തേങ്ങ എത്ര ഉണ്ടായാലും പുട്ടിന് ടേസ്റ്റ് കൂടേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതുപോലെ പുട്ടുകുറ്റിയിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് ആവി കയറ്റിയിട്ടെടുക്കാം. ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് കുക്കായിട്ട് വരും കേട്ടോ. അപ്പോൾ അടിപൊളി ടേസ്റ്റുള്ള ഉള്ളിപ്പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു കറിയും വേണ്ട, ജസ്റ്റ് ഇതുപോലെ അങ്ങനെ എടുത്ത് അങ്ങനെ കഴിച്ചാൽ മതി. അപ്പം ഞാനിതിലേക്ക് ഒരു പപ്പടം മിക്സ് ചെയ്തിട്ട് കഴിച്ചപ്പോൾ ഉണ്ടല്ലോ, അടിപൊളി ടേസ്റ്റായിരുന്നു. അപ്പം നിങ്ങൾക്ക് വേണമെന്നെങ്കിൽ പപ്പടം വെച്ചിട്ടൊക്കെ ട്രൈ ചെയ്ത് നോക്കാവുന്നേ ഉള്ളൂ. സംഭവം ഉള്ളിപ്പുട്ട് കിട്ടില്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയ നല്ല റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ, താങ്ക് യു.